ലക്ഷ്മി വെയിൽ കാരണം മുഖമൊക്കെ മൂടി കെട്ടിയിട്ടാണ്. രാവിലെ സൈക്കിളൊക്കെ എടുത്ത് ചവിട്ടി ക്ഷീണിച്ച് ഞങ്ങൾ വീണ്ടും ഹംപിയുടെ ഹൃദയഭാഗത്തെത്തിയേക്കാണ്. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് കൃഷ്ണ ടെമ്പിളിലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇത് അവസാനിപ്പിച്ചത് നരസിംഹ ടെമ്പിളിലാണെങ്കിൽ ഇന്ന് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് കൃഷ്ണ ടെമ്പിളിലാണ്. കൃഷ്ണദേവരായരുടെ കാലത്ത് പണിത ഒരു കൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് ഒരു ബാലകൃഷ്ണനാണ്. അതായത് വലിയ കൃഷ്ണനല്ല, ചെറിയ ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ ഈ ഐഡൽ ഇപ്പോൾ ഇവിടെ ഇല്ല, ഇതൊരു ചെന്നൈയിലത്തെ ഒരു മ്യൂസിയത്തിലാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് ചുറ്റി കാണാം. ഇപ്പോൾ ഇന്നത്തെ ഒറീസയുടെ ഒരു ഭാഗം വെട്ടിപ്പിടിച്ചതിന് ഭഗവാൻ കൃഷ്ണനോട് നന്ദി സൂചകമായാണ് AD 1523 കൃഷ്ണദേവരായർ ഈ ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത്. 34,000 കാലാൽ പടയും 800 ആനകളും 18 മാസം യുദ്ധം ചെയ്താണ് ഗജപതി സാമ്രാജ്യത്തിന്റെ ഒരു വലിയ ഭാഗം വിജയനഗരത്തിനോട് കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ 1514 യുദ്ധം ജയിച്ചു വരുമ്പോൾ ഗജപതി ഫോർട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് ഇവിടെ ഈ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന കൃഷ്ണ വിഗ്രഹം. ഈ എൻട്രൻസിലുള്ള തൂണൊക്കെ മോണോലിത്തിക്കാണ്, ഒറ്റ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയേക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡിലും ദശാവതാരങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. പോരാത്തിന് കുറച്ചും കൂടി അവർ ഡീറ്റെയിൽ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിൽ കല്ലിൽ പല്ലികളുടെ രൂപങ്ങൾ കൊത്തി വെച്ചേക്കണം. അതായത് പല്ലി ചുമരിൽ കൂടെ അല്ലെങ്കിൽ സീലിംഗ് കൂടെ നടക്കുന്ന പോലെ ആക്കാൻ വേണ്ടിയിട്ട്. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു തൂണിൽ ഒരു ബാലകൃഷ്ണൻ്റെ രൂപം കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആയിരുന്നു ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്ന ബാലകൃഷ്ണൻ്റെ രൂപം എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പിന്നീട് അത് ആൾക്കാർ നശിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് ഇവിടുന്ന് എടുത്തിട്ട് ചെന്നൈ എഗ്മോർ മ്യൂസിയത്തിലേക്ക് അത് മാറ്റുന്നത്. നമ്മൾ ഈ കൃഷ്ണ ടെമ്പിളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഒരു മാർക്കറ്റായിരുന്നു പണ്ട്. നിങ്ങൾക്ക് കാണാനുണ്ടാവും അവിടെ, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ആ മാർക്കറ്റ് പണ്ട് ഭയങ്കരമായിട്ട് ആക്റ്റീവായിരുന്ന മാർക്കറ്റായിരുന്നു. അവിടെ റെയ്ഡും ഒക്കെ നടന്നിരുന്നതാണ്. നമ്മൾ കണ്ട ഹംപി ബസാറിൻ്റെ ഓൾമോസ്റ്റ് സെയിം കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷനാണ് ഈ കൃഷ്ണ ബസാറിനുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൂണുകളൊക്കെ ഓൾമോസ്റ്റ് അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബസാറിൽ കൂടെ കുറച്ചങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്ത് ഒരു പുഷ്കരണി ഉണ്ട്. അപ്പോൾ പുഷ്കരണി എന്ന് പറഞ്ഞാൽ പണ്ട് ഹംപിയിലത്തെ ആൾക്കാർ ഭയങ്കര സീക്രട്ട് ആയിട്ട് കണ്ടിരുന്ന ഒരു സംഭവമാണ്. അതായത് മെയിൻ ഒരു കുളമാണ്. അപ്പോൾ അതിലാണ് റിച്വൽസ് പൂജകളൊക്കെ നടന്നിരുന്നതും അവിടുത്തെ വെള്ളം ഹോളി വാട്ടർ ആയിട്ടൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തൊരു പുഷ്കരണി ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ എന്തായാലും അങ്ങോട്ട് ഒന്ന് പോയി നോക്കുകയാണ്. ഈ പുഷ്കരണിയുടെ 4 ഭാഗത്തും സ്റ്റെപ്പുകളുണ്ട്. ഒട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ആകെ ചെളിയും പായലൊക്കെയാണ് അതിൻ്റെ അകത്ത്. വെള്ളം വരാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഇത് നടുവിലായിട്ടൊരു ഒരു മണ്ഡപം കൂടിയുണ്ട്. അപ്പോൾ വെള്ളം നിറഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നുണ്ടാവും അത് കാണാൻ. ഹംപിയിൽ ഏത് വാട്ടർ റിസർവോയർ എടുത്താലും അവിടേക്കൊക്കെ വെള്ളം വന്നിരുന്നത് തുംഗഭദ്ര നദിയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഒരു വെൽ പ്ലാൻഡ് ഒരു അക്വാഡെക്സിൻ്റെ ഒരു സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില ഭാഗത്തൊക്കെ അക്വാഡെക്സ് നമുക്ക് കാണാം. ഇപ്പോൾ ഈ കണ്ട കുളത്തിലേക്ക് വെള്ളം വരുന്ന ഒരു അക്വാഡക്റ്റ് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഒരു 5-6 മീറ്ററാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കി മുഴുവൻ മണ്ണിൻ്റെ അടിയിൽ മൂടിപ്പോയെന്നോ അല്ലെങ്കിൽ നശിച്ചു പോയെന്നൊക്കെ പറയാം. സൈക്കിൾ എടുത്തു, ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഹംപിയിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു സ്കൂട്ടറോ ഒരു സൈക്കിളോ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും ട്രാവൽ ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഗൈഡിനെ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷക്കാരനെ സംഘടിപ്പിക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. നടന്നു പോകൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ നല്ല വെയിലും ചൂടൊക്കെയാണ്. അപ്പോൾ നടന്നു പോകൽ ഈസ് ഡിഫിക്കൽട്ട്. ലക്ഷ്മി വെയിൽ കാരണം മുഖമൊക്കെ മൂടി കെട്ടിയിട്ടാണ്. സൺസ്ക്രീനും മറക്കണ്ട കേട്ടോ നിങ്ങൾ, നല്ല ചൂടാണ്. ഇപ്പോൾ നമ്മൾ ആ വീരുപക്ഷ ടെമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ചുറ്റുവട്ടത്ത് നിന്ന് ഏകദേശം ഒരു 2.5-3 കിലോമീറ്റർ സൈക്കിൾ ഓട്ടി കുറച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ചും കൂടി ഒരു റൂയിൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആദ്യത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിളാണ്. ഭൂമിയുടെ ആ നിരപ്പിൽ നിന്ന് കുറച്ച് താന്നിട്ട് ഒരു കുഴിയിലിരിക്കുന്ന പോലെയാണ് ഈ അമ്പലത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈൽ. പിന്നെ കൂടാതെ ഇവിടെ നിലത്ത് മൊത്തം വെള്ളമാണ്. അമ്പലത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിരിക്കുന്നൊക്കെ വെള്ളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തൂണും കല്ലിനൊക്കെ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും തൊട്ട് കഴിഞ്ഞാൽ.
അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിളിന് നമ്മളിപ്പോൾ സൈക്കിൾ ഓടിച്ചെത്തിയിരിക്കുന്നത് ഹസാര രാമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ടെമ്പിളിലേക്കാണ്. ഇവിടുത്തെ കൊത്തുപണി ഉണ്ടല്ലോ, മ്യാരകം എന്നൊക്കെ പറഞ്ഞാൽ അൾട്രാ മ്യാരകമാണ്, ഒരു രക്ഷയില്ല. ഇപ്പം നമ്മൾ ഈ ഫോട്ടോയിൽ പിക്സലൊക്കെ പറയില്ലേ, നമുക്ക് ക്വാളിറ്റി 5 മെഗാ പിക്സൽ കിട്ടുന്നതും 10ൻ്റെയും വ്യത്യാസം, അതുപോലെയാണ് കൊത്തുപണികൾ. നേരത്തെ ഒരു റഫ് ഒരു ഇതായിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള കൊത്തുപണികളാണ്. ഈ അമ്പലത്തിൻ്റെ ചുറ്റും രാമായണത്തിനെ കുറിച്ച് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മതിലിന് മുഴുവൻ. അപ്പം അങ്ങനെയാണ് അത് 1000 രാമൻ്റെ കൊത്തുപണികൾ അങ്ങനെയുള്ളതിനാണ് ഹസാര രാമ എന്നങ്ങനെ പേര് വന്നതെന്നാണ് പറയണത്. ഇതും കൃഷ്ണദേവരായരുടെ കാലത്ത് പണിത ഒരു അമ്പലമാണ്. ഹസാര രാമെന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മുമ്പിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ലോട്ടസ് മഹലിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ലോട്ടസ് മഹൽ എൻക്ലോഷറിൻ്റെ ഉള്ളിൽ സ്ത്രീകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആ കാലത്തിൽ കൊടുത്തിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫൈൻ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഇവിടെ കൂടുതലായിട്ട് ഇൻസ്ക്രിപ്ഷനും അതിൻ്റെ കൊത്തുപണികളൊക്കെ ഉള്ളത് സ്ത്രീകളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്. ആ സമയത്ത് ഗാർഡ്സ് ആയിട്ടുണ്ടായിരുന്നത് വരെ സ്ത്രീകളായിരുന്നു. അപ്പോൾ നായാട്ടിന് പോകാറുണ്ട് സ്ത്രീകൾ. അങ്ങനെ സ്ത്രീകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാലമായിരുന്നു അതെന്ന് കാണിക്കുന്ന ഒരുപാട് സൂചനകൾ ഇവിടെയുണ്ട്. ലോട്ടസ് മഹലിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ പുറത്തുനിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഒരാൾക്ക് 40 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. കൗണ്ടർ അവിടെ ഉണ്ട്. അപ്പോൾ നേരെ ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ് കൗണ്ടർ. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള എല്ലാ മോണുമെൻറ്റ്സും ഇവിടെ കാണാൻ പറ്റും. ഈ കോമ്പൗണ്ട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നമുക്ക് കാണുന്ന ആദ്യത്തെ ഒരു മോണുമെൻ്റ് ആണ് സനാന കോംപ്ലക്സ്. അപ്പോൾ സനാന കോംപ്ലക്സ് ഇവിടുത്തെ ട്രഷറി ആയിരുന്നു ഇവരുടെ. അതെ, പറഞ്ഞത് പൊട്ട തെറ്റാണ്. ട്രഷറിയും ക്വീൻസ് പാലസും ലോട്ടസ് മഹലും പിന്നെ 4 വാച്ച് ടവേഴ്സും കൂടുന്ന ഒരു സമുച്ചയത്തിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് സനാന കോംപ്ലക്സ് അഥവാ സനാന എൻക്ലോഷർ. ട്രഷറിയുടെ അകത്തേക്ക് നമുക്ക് ക്യാമറ പെർമിഷൻ ഇല്ല, കയറി നോക്കാനേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ അകത്തൊരു ചെറിയ മ്യൂസിയം പോലെയാണ്. കുറേ പഴയ സാധനങ്ങൾ, പോട്ടറി, ആരോ ഹെഡ്സ്, കുറേ സംഭവങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ക്യാമറ അല്ല അവിടെ അല്ല അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ട്രഷറിയിൽ നിന്ന് ഇറങ്ങി പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ് നേരെ നമുക്ക് ലെഫ്റ്റിൽ കാണാവുന്നൊരു സംഭവമാണ് വാച്ച് ടവർ. അപ്പോൾ ഇവിടെയാണ് ഗാർഡ്സൊക്കെ നിന്നിട്ട് ഈ സംഭവം മുഴുവൻ നോക്കിക്കണ്ടിരുന്നത്. അതിൻ്റെ നേരെ മുമ്പിലായിട്ട് നമുക്ക് അവിടെ കാണാവുന്നതാണ് ക്വീൻസ് പാലസിൻ്റെ ബേസ്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ അവിടെ ഒന്നുമില്ല, അത് മുഴുവൻ പൊളിഞ്ഞ് നാശമായി പോയിട്ടുണ്ട്. അതിൻ്റെ ബേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാലസ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, ബേസ്മെൻറ്റ് മാത്രമേ അവിടെ ഉള്ളൂ. സനാന എന്നാൽ സ്ത്രീകളുടെ എന്നാണ് അർത്ഥം വരുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഭാഗമായിരുന്നു സനാന എൻക്ലോഷർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോട്ടസ് മഹലിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ പണ്ട് കാലത്ത് റാണിമാർക്ക് മാത്രം ആക്സസ് ഉണ്ടായിരുന്ന ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇതും ഒരു ഇൻഡോ ഇസ്ലാമിക് ഒരു സ്റ്റൈലിലാണ് പണിതേക്കുന്നത്. ഇവിടെ ഈവൻ കിങ്ങിന് വരെ ഇതിൻ്റെ അകത്തേക്ക് കിടക്കണമെങ്കിൽ റാണിമാരുടെ പെർമിഷൻ വേണമായിരുന്നു. അപ്പോൾ അത്രയും സെക്ലൂഡഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഇത് നമ്മളെ റാണീസ് പാലസ്, അതായത് ക്വീൻസ് പാലസിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ ലോട്ടസ് മഹൽ വരുന്നത്. സനാന എൻക്ലോഷറിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നത് എലിഫൻറ്റ് സ്റ്റേബിളാണ്. അപ്പോൾ അതായത് ആനക്കോട്ട. ഇവിടെ 11 ആനകളെ തളയ്ക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആനയ്ക്ക് നിൽക്കാനുള്ള ഇത്രയും സ്ഥലം 11 ആർച്ചുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഓരോരോ ആനകളാണ് അന്നത്തെ കാലത്ത് നിന്നിരുന്നത്. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ സൈഡ് നോക്കിയാൽ കാണാം ഒരു ബിൽഡിങ്, അതാണ് ഗാർഡ്സ് ഹൗസ്. അപ്പോൾ ഇവിടുത്തെ ഭടന്മാരും ഇവിടെ സെക്യൂരിറ്റി ഒക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നവരൊക്കെ താമസിച്ചിരുന്നത് ഇവിടെയാണ്. ഒരാനയ്ക്ക് നിൽക്കാനുള്ള ഒരു ഡോമാണിത്. ഒരുപാട് വലുതാണ്. ഓരോരോ ഡോമുകൾക്കിടയിൽ ഓരോ ചെറിയ വാതിലുകളുണ്ട്, ഓരോ ആൾക്കാർക്ക് കിടക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ കുറേ ഡോമുകൾ, അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ വഴികൾ. ഇതും ഒരു ഇൻഡോ ഇസ്ലാമിക് രീതിയിലാണ് പണിതിരിക്കുന്നത്. ഇപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുവാണ്. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ഇതിനും തണുവുണ്ടായിരുന്നുണ്ടാവാം. അപ്പോൾ ആനയ്ക്കൊക്കെ നല്ല സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നുണ്ടാവും. പൂരത്തിനൊക്കെ
ആനയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ചവിട്ടിയിൽ വെള്ളം നനച്ചിടണം എന്ന് പറഞ്ഞാൽ ഇടാത്ത നമ്മുടെ നാട്ടുകാർക്ക് ഇതൊക്കെ ഒരു പാഠമായിരിക്കണം. കാരണം അതുങ്ങൾക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അന്നത്തെ ആൾക്കാർ തണുപ്പുള്ള കല്ലുകൊണ്ടുള്ള വലിയ കോട്ട ഒരു ആനയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആനപ്രേമികളും പൂരപ്രേമികൾക്കൊക്കെ ഇതൊന്ന് മനസ്സിൽ വെച്ചാൽ നന്നായിരിക്കും. നമ്മളിപ്പോൾ പോകുന്നത് റോയൽ എൻക്ലേവിലേക്കാണ്. സത്യം പറഞ്ഞാൽ മടുത്തു. ഭയങ്കര ചൂടാണ്, നല്ല വെയിലാണ്. ശരീരമാണെങ്കിൽ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഈ വെയിൽ കാരണം ഭയങ്കരമായിട്ട് നമ്മുടെ എനർജി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും മരങ്ങൾ ഒട്ടും ഇല്ല, ഭയങ്കര കുറവാണ് മരങ്ങൾ. നമ്മളിവിടെ എത്തിയേക്കാണ്. അപ്പോൾ ഈ റോയൽ എൻക്ലേവിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് മഹാനവമി ഡിബയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ കല്ലൊക്കെ അടുക്കി വെച്ചൊരു സംഭവമായിട്ടാണ് തോന്നണേ. പക്ഷേ അതിൻ്റെ അകത്ത് കുറേ കൊത്തുപണികളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നേരെ മഹാനവമി ഡിബയുടെ അകത്ത് കയറി കാര്യം അന്വേഷിക്കാം. ഉള്ളിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് പുറത്തൊരു ജയൻ്റ് 2 വാതിൽ കിടക്കുന്നുണ്ട്. മരത്തിൻ്റെ അല്ല കേട്ടോ, കല്ലുണ്ട്. ഒറ്റ കല്ലിൽ തീർത്ത മോണോലിത്തിക് 2 പാളിയുള്ള വാതിൽ. അപ്പോൾ ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇതിൻ്റെ എൻട്രൻസ് അവിടെയായിരുന്നു അതിൻ്റെ എൻട്രൻസ് ആദ്യം. അപ്പോൾ ഈ കല്ലിൻ്റെ ഡോറ് തുറന്നിരുന്നത് ആനകളാണ്. കാരണം മനുഷ്യനെ കൊണ്ട് തള്ളി നീക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും അത് തുറന്നടച്ചിരുന്നത് ആനകളെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥലത്തൊരു സാക്ഷിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സാക്ഷി പോലെ അതിൻ്റെ ലോക്കൊക്കെ വന്നിരുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറേ കൊത്തുപണികൾ ഇവിടെയുണ്ട്. അതായത് ഈ മഹാനവമി ഡിബയിൽ. അപ്പോൾ ഇവിടുത്തെ കൊത്തുപണികൾ മുഴുവൻ സ്ത്രീകളാണ്. സ്ത്രീകൾ ആനയെ മെരുക്കുക, ആനയെ ആക്രമിക്കാൻ വരുന്ന പുലിനെ കുത്തുക, അല്ലെങ്കിൽ കുതിരയെ മെരുക്കുക, യുദ്ധം ചെയ്യുക, ഒട്ടകം ഓടിക്കുന്ന സ്ത്രീകൾ, പിന്നെ ആണുങ്ങളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സ്ത്രീകൾ. അങ്ങനെ അതായത് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണിത്. ദൂരം നോക്കിയാൽ ഇതൊന്നും കാണില്ല കേട്ടോ. അടുത്ത് വരുമ്പോഴാണ് നമുക്ക് ഈ കൊത്തുപണികൾ മുഴുവൻ കാണും. മഹാനവമി ഡിബയുടെ തൊട്ടടുത്തായിട്ട് ഒരു പുഷ്കരണി ഉണ്ട്. അതാണ് ഈ ബാക്കിൽ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതുപോലത്തെ ഒരു പുഷ്കരണിയാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഹെവിയാണ്. ഭയങ്കര രസമുണ്ട് കാണാൻ. കുറേ സ്റ്റെപ്പൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുന്നില്ല, അവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഇവിടേക്കും വെള്ളം വരുന്നത് അക്വാഡക്റ്റിലേക്കാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതിൽ അക്വാഡക്റ്റ് വളരെ ചെറുതായിരുന്നു, അത്ര ഒരു ഇമ്പോർട്ടൻസ് അല്ലായിരുന്നു. പക്ഷേ ഇവിടെ അത് വലിയ കല്ലിൽ ആണ് വെള്ളം വരുന്നത്. കല്ലിൻ്റെ ഓവ് പോലെ ഉണ്ടാക്കിയിട്ട് അത് കൂടെയാണ് വെള്ളം വരുന്നത്. ഇത് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് ആലോചിക്കണം. പിന്നെ ഇതൊരു ഇറക്കല്ല, ഇത് കുറച്ച് ഹയർ സ്ഥലമാണ്. റിവർ താഴത്തു കൂടെയാണ് ഒഴുകണത്. എങ്ങനെ ഇവിടേക്ക് വെള്ളം എത്തിച്ചതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ക്വീൻസ് ബാത്ത്. റാണിയും റാണിയുടെ പരിവാരങ്ങളൊക്കെ വന്ന് കുളിച്ചിരുന്ന സ്ഥലമാണ്. അങ്ങോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ചെറിയൊരു വിഡിത്തം കാണിച്ചു. ഞങ്ങൾ സൈക്കിൾ അവിടെ വെച്ചിട്ട് നടക്കാനുള്ള ദൂരമാണെന്ന് വിചാരിച്ചത്. പക്ഷേ കുറച്ചധികം നേരം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എനർജി ലെവൽ കംപ്ലീറ്റ് ഡൗൺ ആയി. ഇവിടുന്ന് ഒരു അരമണിക്കൂർ സൈക്കിൾ ചവിട്ടിയാലാണ് ഇനി തിരിച്ച് നമ്മുടെ ഹംപിയുടെ മെയിൻ ഏരിയയിലേക്ക് എത്തുക. അവിടെ ചെന്നാലാണ് എന്തെങ്കിലും കഴിക്കാനൊക്കെ കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോയി ഭക്ഷണം കഴിക്കാം. എന്നിട്ട് ബാക്കി കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ട്. 5 മണിക്ക് മുമ്പ് ഇതൊക്കെ തീർത്തിട്ട് വേണം ബോട്ടെടുത്ത് അപ്പുറത്തേക്ക് പോകാൻ. ഇതാണ് ക്വീൻസ് ബാത്ത്. പുറത്തുനിന്ന് കാണുമ്പോൾ അത്ര ഭംഗിയൊന്നുമില്ലെങ്കിലും അകത്ത് ചെല്ലുമ്പോൾ അത്യാവശ്യം ഭംഗിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബിൽഡിങ്ങിൻ്റെ ചുറ്റും വെള്ളം കെട്ടി നിർത്താനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, പണ്ട് റാണി കുളിക്കാൻ വരുന്നതിന് ഒരു ദിവസം മുമ്പ്, അത് റാണി എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കുളിച്ചിരുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു ദിവസം കുളിക്കാൻ വരുന്നതിന് ഒരു ദിവസം മുമ്പായിട്ട് ഇവിടെ ഒരു ചുമന്ന കൊടി ഉയർത്തും ഇതിൻ്റെ മുകളിൽ. അപ്പോഴാണ് ഇവിടുത്തെ പബ്ലിക്കിന് അറിയും നാളെ റാണി കുളിക്കാൻ വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് പിറ്റേ ദിവസം ഈ ഭാഗത്തേക്ക് ജനറൽ പബ്ലിക് ആരും വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു കസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു. ഈ കുളത്തിനെ ഫേസ് ചെയ്ത് 8 ബാൽക്കണീസ് ഉണ്ട്. അപ്പോൾ ഈ ബാൽക്കണികളിൽ ഇരുന്നിട്ടാണ് ഈ റാണിയുടെ ദാസിമാർ ഈ കുളത്തിലേക്ക് എസെൻഷ്യൽ ഓയിലും പിന്നെ സെൻറ്റും അങ്ങനെ കുറേയൊക്കെ ആഡ് ചെയ്തിരുന്നത്. ഇതുകൂടാതെ പാട്ട് പാടുന്നവരും ഈ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് പാട്ട് പാടിയിരുന്നതും ഈ കുളിക്കുന്ന റാണിമാരെ എൻ്റർടൈൻ ചെയ്തിരുന്നതും. ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അല്ലേ. നമ്മൾ കുളിക്കാൻ കയറി ആരെങ്കിലും അറിയോ? തിരിച്ച് നടന്ന് ഹസാര റാമിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെയാണ് സൈക്കിൾ വെച്ചിരുന്നത്.
അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ചേച്ചി ബട്ടർ മിൽക്ക് വെക്കുന്നുണ്ടായിരുന്നു, സംഭാരം. അപ്പോൾ കന്നഡയിൽ മജിക എന്നാണ് പറയണത്. അപ്പോൾ ഞങ്ങൾ മജിക കുടിച്ചു 2 ഗ്ലാസ്. അപ്പോൾ ഒരിത്തിരി റിഫ്രഷ്മെൻ്റ് ഒക്കെ ആയി. ഇനി തിരിച്ച് ഹംപിയുടെ മെയിൻ ഏരിയയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം. A few moments later. ഭക്ഷണമൊക്കെ കഴിച്ചു, കുറേ എനർജിയൊക്കെ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഹംപിയുടെ ഈസ്റ്റേൺ സൈഡിൽ തുംഗഭദ്ര റിവറിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ നടന്നാലും വിചാരിച്ചു. അവിടെ ഭയങ്കര കൊട്ടും ബഹളമൊക്കെ കണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ഒരു ലോക്കൽസിൻ്റെ ഒരു പൂജയും ഒരു ഫെസ്റ്റ് എന്തോന്നുണ്ടായിരുന്നു. എന്താ സംഭവം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല, കാരണം നമുക്ക് കന്നഡ തീരെ അറിയില്ല. എന്തോ പൂജയെന്ന് മനസ്സിലായി. ലേഡീസൊക്കെ തലയിൽ വലിയ വലിയ മുല്ലപ്പൂവൊക്കെ കെട്ടി അരിയൊക്കെ വാരി എറിഞ്ഞ് കർപ്പൂരമൊക്കെ കത്തിച്ച് എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത കൊട്ടണ ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ ചെണ്ട കൊട്ടുന്നതോടുകൂടി ഒരു സൈഡിൽ അവർ ഒരു കോല് പോലെ സാധനം കൊണ്ട് വെച്ചിട്ട് ആ വൈബ്രേഷൻ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതരം ഒരു ട്രാൻസ് പോലെയൊക്കെ തോന്നിയിരുന്നു. ഒരു പ്രത്യേകതരം അടുത്തൊക്കെ നിന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഫീലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് പ്രസാദമൊക്കെ തന്നു, സീഡ്സൊക്കെ സ്പ്രൗട്ട് ചെയ്ത് തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ നിന്നു, ഇതൊക്കെ കണ്ടു. അപ്പോൾ ഇപ്പോൾ ഏകദേശം 5 മണിയായി. ഇനി നമ്മൾ തിരിച്ചു പോയില്ലെങ്കിൽ നമ്മുടെ ബോട്ട് മുടങ്ങും. അതോടുകൂടി ഇന്ന് രാത്രി കിടക്കാൻ സ്ഥലമില്ലാണ്ടാവും. ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് കുറേയൊക്കെ ഹംപിയുടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനല്ല, ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും കുറേ ഉണ്ട് കാണാൻ ഹംപിയിൽ. അപ്പോൾ 2 ദിവസമൊക്കെ നിങ്ങൾ ഒന്ന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഹംപി നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.